തെരഞ്ഞെടുപ്പ് ചൂട് ഏറ്റവും കത്തിക്കയറി നിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ തന്നെയാണ് UDF വേണ്ടി രംഗത്തുള്ളത്. ഇത്തവണ പക്ഷേ കഥയും കാലാവസ്ഥയും മാറുകയാണ്. ശ്രീകണ്ഠനെ ശരിക്കും ഞെട്ടിച്ചാണ് ഇടതുപക്ഷത്തെ അതിശക്തനായ A. വിജയരാഘവൻ മത്സര രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. പാലക്കാട് UDF കുത്തക മണ്ഡലമാക്കിയ VS വിജയരാഘവനെ 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തറപറ്റിച്ച് അത്ഭുതം സൃഷ്ടിച്ച വിജയരാഘവൻ ഏറ്റവും സ്വീകാര്യനായ നേതാവാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ വിജയം ഒരു ഓളത്തിന് സംഭവിച്ചതല്ലെന്ന് തെളിയിക്കാൻ വല്ലാതെ വിയർത്താണ് വി കെ ശ്രീകണ്ഠൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ. പാലക്കാട് മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന 7 നിയമസഭാ സീറ്റുകളിൽ 2 മാത്രമേ UDF പ്രതിനിധിയുള്ളൂ. 2021 മെയ്യിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാടും പാലക്കാടും ഒഴിച്ച് ബാക്കിയുള്ളവ എല്ലാം ഇടതുപക്ഷം നിലനിർത്തി. AKജിയും EK നായനാരും മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് പാലക്കാട്. SFI അഖിലേന്ത്യാ പ്രസിഡന്റായിരിക്കെയാണ് വിജയരാഘവൻ ഇവിടെ അട്ടിമറി വിജയം നേടിയത്. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ഇത്തവണയും രംഗത്തുണ്ട്. A. വിജയരാഘവൻ്റെ സാന്നിധ്യം പക്ഷേ മണ്ഡലത്തിലെ പഴയ സമവാക്യങ്ങളെ എല്ലാം മാറ്റിമറിക്കുകയാണ്. നേതൃപാടവത്താൽ മാത്രമല്ല, നേരത്തെ MP ആയിരുന്നപ്പോൾ മണ്ഡലത്തിനു വേണ്ടിയും സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളിലും നടത്തിയ ഇടപെടലുകൾ ജനമനസ്സുകളിൽ ഇപ്പോഴുമുണ്ട്.